നമ്മൾ ഈ സമ്പൽ വിവാദത്തെക്കുറിച്ച് കുറേ ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഈ സമ്പലിനടുത്ത് ഒരു ക്ഷേത്രം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കലാപം ഉണ്ടായ തുടർന്ന് അവിടുത്തെ ഹിന്ദു കുടുംബങ്ങളെല്ലാം ഓടിപ്പോയി. അതിനുശേഷമാണ് ഈ ക്ഷേത്രം അനാഥമായത് എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് ഞാൻ ചോദിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ ഈ കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അത് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. നോക്കിയിട്ട് വന്നിട്ടുണ്ടല്ലോ. നമുക്കിന്ന് കഥയമൊമയിൽ ആ കലാപത്തിൻ്റെ, ഹിന്ദു കൂട്ടക്കൊലയുടെ, ഹിന്ദുക്കൾ ഓടിപ്പോയതിൻ്റെ കഥയല്ല, ചരിത്രമാണ്, ചോര കിനിയുന്ന കഥ ഒന്ന് പ്രേക്ഷകരോട് പറയാം. പലപ്പോഴും മാപ്പിള ലഹള ഓർമ്മ വരുന്ന ഒരു കലാപമാണിത്. ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് സമ്പൽ. 1947 ശേഷവും അതിനു മുമ്പും ഒക്കെ കലാപങ്ങൾ നടന്നിട്ടുള്ളതാണ്. അന്ന് നമ്മൾ ഭസ്മശങ്കര ക്ഷേത്രം ശനിയാഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് ഞായറാഴ്ച ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ 1978 കലാപത്തിൽ അവിടെ നിന്ന് ഹിന്ദുക്കൾ മുഴുവൻ പലായനം ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ഏകപക്ഷീയ കലാപമായിരിക്കും, കൂട്ടക്കൊലയൊക്കെ നടന്നിട്ടുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് ഇതൊന്നും വിശദമായി ഇവിടെ റിപ്പോർട്ട് ചെയ്തൊന്നും വന്നില്ല. ഇപ്പൊ നോക്കുമ്പോൾ അതിഭീകരം, ദാരുണം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഹിന്ദു കൂട്ടക്കൊല നടന്നിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതിൽ ബൻവാരി ലാൽ ഗോയൽ എന്നൊരു ഹിന്ദു കഥാപാത്രമുണ്ട്. അത് പ്രേക്ഷകർ മനസ്സിൽ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കഥാപാത്രമാണ്. പണമിടപാട് സ്ഥാപനം നടത്തിയിരുന്ന ആളാണ് ബൻവാരി ലാൽ ഗോയൽ. അവർ മുസ്ലിങ്ങൾ ഒന്നും ചെയ്യില്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് കലാപ സ്ഥലത്ത് പോയിട്ട് കൊല്ലപ്പെട്ട ഒരാളാണ്. എന്റെ ജോലിക്കാരാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാ, എന്നെ അവരാരും ഒന്നും ചെയ്യത്തില്ല. അത് ആ സംഭവം ഇന്നലെ വരെ ഇദ്ദേഹം കൊടുക്കുന്ന പണിയെടുത്ത് അദ്ദേഹം കൊടുക്കുന്ന ശമ്പളം കൊണ്ട് കഞ്ഞി കുടിച്ച് ജീവിച്ചവരാ. അത് ആ വിശ്വാസത്തിലാണ് പാവം അങ്ങോട്ട് പോയത് അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഈ മാപ്പിള കലാപകാലത്തുമൊക്കെ നടന്നത്. പൊഴിക്കൽ നാരായണൻ നായരുടെ വീട്ടിലുമൊക്കെ ഈ മാപ്പിളമാർന്ന് പറഞ്ഞിട്ട് ആക്രമണത്തിന് വന്നതൊക്കെ അവിടെ സേവകന്മാരായിട്ടൊക്കെ നിന്ന ആളുകളൊക്കെ അവരുടെ ഉപ്പും ചോറും തിന്നവരായിരുന്നു ആ കാലത്തും. അപ്പോൾ തുടർ കലാപങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് സമ്പലില്. കലാപ ചരിത്രമുള്ള സ്ഥലമാണ്. 1978 ആണ് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടായത്. അവിടെ 178 പേര് ആകെ കലാപത്തിൽ കൊല്ലപ്പെട്ടു. 178 പേര് 1978 തുടർ കലാപങ്ങളിൽ. നമ്മൾ പറയുന്ന ഈ ഹിന്ദുക്കൾ അവിടെ നിന്ന് പോകാൻ ഇടയായ പ്രത്യേക കലാപം, ഈ നമ്മളിപ്പോ വിവാദമായിരിക്കുന്ന ഹരിഹർ മന്ദിർ ഇരിക്കുന്ന അല്ല, ഭസ്മശങ്കര ക്ഷേത്രം അല്ല, ഹരിഹർ മന്ദിർ എന്ന് പറയുന്ന വിവാദമായ ക്ഷേത്രം 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത് കറക്റ്റാണ്. അപ്പോൾ സമ്പൽ മുനിസിപ്പൽ മേഖലയിൽ തന്നെയാണ് ഇതൊക്കെ. 1947 45% ഹിന്ദുക്കൾ ജനസംഖ്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ 15-20% മാത്രമേ ഹിന്ദുക്കളുള്ളൂ. മുസ്ലിങ്ങൾ 80-85% ഓരോ കലാപത്തിൻ്റെയും ബാക്കി ഇങ്ങനെയാണ് വരുന്നത്. ആസൂത്രിതമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഖഗൂസരായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഭസ്മശങ്കര ക്ഷേത്രം കണ്ടെത്തിയതും ഇപ്പം തുറന്ന് ആരാധന നടക്കുന്നതും. അവിടെ നടന്ന കലാപം സമ്പലിൽ നടന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. 100 ഹിന്ദു കുടുംബങ്ങൾ സ്ഥിരമായി അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതിൻ്റെ കാരണമാണ് നമ്മൾ പറയുന്നത്. 1978 മാർച്ച് 29 ഹോളിക്ക് ശേഷം ആണ് ഈ കലാപം നടക്കുന്നത്. 1 മാസത്തോളം കർഫ്യൂ അവിടെ പിന്നെ പ്രഖ്യാപിച്ചിരുന്നു. ബൻവാരി ലാൽ ഗോയൽ എന്ന് പറഞ്ഞ ആള് അവിടെ കുറെ കടമുറികൾ ഒക്കെ ഉണ്ടായിരുന്നതിൽ ഒരു കട ഉണ്ടായിരുന്ന ആളാണ്. ആ കച്ചവടക്കാരനെ ഇവര് കൊലപ്പെടുത്തിയിരുന്നു. അദ്ദേഹവുമായിട്ടുള്ള തർക്കത്തെ തുടർന്നിട്ടാണ് അത് സംഭവിക്കുന്നത്. കൊലപാതകം നടക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഒരു പണ ഇടപാടിലെ തർക്കമാണോ? അതെ, രണ്ടുപേരും തമ്മിലുള്ള. അത് തന്നെ. അത് പണം വാങ്ങിയ ആള് മുസ്ലിം, അങ്ങനെ തിരിച്ചു ചോദിക്കുന്നു. അതാണ്, ചോദിക്കാൻ പാടില്ല. കൊടുത്താ പിന്നെ കിട്ടിയാ മേടിക്കുക, അല്ലാതെ ചോദിക്കാൻ പാടില്ല. അതെ. ഒരു ഹിന്ദു ടീച്ചർ പുരുഷൻ അയാളുടെ ഭാര്യയും മകളെയും റാഞ്ചി കൊണ്ടുപോയിട്ട് ഈ അമ്മയും മകളെയും മൻസർ ഷാഫി എന്ന് പറഞ്ഞ ആളാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഈ മൻസർ ഷാഫി 2 പേരെയും ബലാത്സംഗം ചെയ്തു, അമ്മയെയും മകളെയും. ഭാര്യയെ പിന്നീട് ഹിന്ദുക്കൾ രക്ഷിച്ചു. ഈ ഗോയൽ കുടുംബവും ടീച്ചർ കുടുംബവും കൊല്ലപ്പെട്ടു.
ഈ ഗോയൽ കുടുംബവും ടീച്ചർ കുടുംബവും സ്ഥിരമായിട്ട് അവിടുന്ന് പലായനം ചെയ്തവരിൽ പെടും. ഈ ബൻവാരിലാൽ ഗോയൽ ഹിന്ദു ഉടമകളോട്, അവിടുത്തെ കലാപം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഹിന്ദു ഉടമകളോട് അളിയൻ മുരാരിലാലിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ ഒളിച്ചോളൂ, അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. ബൻവാരിലാലിൻ്റെ അളിയൻ മുരാരിലാലിൻ്റെ ഭാര്യ സഹോദരൻ മുരാരിലാലിൻ്റെ വീട്ടിൽ ഒളിക്കാൻ പറഞ്ഞു. അവിടെ ഈ മുസ്ലിം കലാപകാരികൾ ഒരു ട്രാക്ടർ ഓടിച്ച് കയറ്റിയിട്ട് ഗേറ്റ് താർത്തു മുരാരിലാലിൻ്റെ വീടിൻ്റെ. എന്നിട്ട് അകത്ത് കടന്നിട്ട് അവിടെ ഈ കടയുടമകളൊക്കെ ആയിട്ട് 26 പേര് ആകെ ഉണ്ടായിരുന്നു. 24 പേര് കടയുടമകളായിരുന്നു. ഈ 26 പേരെയും വെട്ടിക്കൊന്നു. ഒരു വീട്ടിൻ്റെ അകത്ത് 26 പേര് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു അന്ന്. എന്നിട്ട് ജഡങ്ങൾക്കും മുകളിൽ ഈ കരിമ്പിൻ്റെ വൈക്കോൽ ഉണ്ടല്ലോ, അത് ടയറ് ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു മുസ്ലിം കലാപകാരികൾ. എന്നിട്ട് ഹിന്ദുക്കൾക്ക് ഈ ജഡമൊന്നും ശവദാഹത്തിന് വേണ്ടി കിട്ടിയില്ല. ഹിന്ദുക്കൾ പ്രതീകാത്മക ശവദാഹമാണ് നടത്തിയത്. അതായത് എഫിജിയില്ലേ, നമ്മളിവിടെ കോലങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ഓരോ ആളുകളുടെ തുണി, കോലങ്ങൾ ഉണ്ടാക്കിയിട്ട് ബ്രിഡ്ജ് കെട്ടില് ശവദാഹം നടത്തുകയാണ് ചെയ്തത്. ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞ പത്രം അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 58 വയസ്സുള്ള ചരിത്രകാരൻ സഞ്ജയ് ശങ്കറിനെ ഉദ്ധരിച്ചിട്ട്, ആ പ്രദേശത്തുള്ള ആളാണ്, ഹിന്ദുക്കൾ പലായനം ചെയ്തു. 1907 ഹിന്ദുക്കൾ അവിടെ ഓടിപ്പോയി എല്ലാവരും. 1978 കലാപത്തിന് മുമ്പ്, ഞാൻ 47 കാര്യം പറഞ്ഞു, 45% മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്ന്. 1978 കലാപത്തിന് മുമ്പ് ഹിന്ദുക്കൾ 35% ഉണ്ടായിരുന്നു. ചരിത്രകാരൻ പറയുക, അത് പിന്നെ 20% കുറഞ്ഞു. 24 കടയുടമകൾ ഉൾപ്പെടെ 26 ഹിന്ദുക്കളെയാണ് ആ വീട്ടിൽ കശാപ്പ് ചെയ്തത്. മുന്നറിയിപ്പുണ്ടായിരുന്നു. ഭാര്യയും മകനും പറഞ്ഞിരുന്നു കലാപസ്ഥലത്ത് പോകരുതെന്ന് ബൻവാരിലാൽ ഗോയലിനോട് പറഞ്ഞിരുന്നു. അപ്പൊ ബൻവാരിലാൽ ഗോയൽ പറഞ്ഞു, മുസ്ലിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് അവര്, ഞാൻ പോയി ശാന്തരാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന ഉടനെ മുസ്ലിം കലാപകാരികൾ ഇയാളെ വളഞ്ഞു പിടിച്ചു. കാലുകൾ ചെത്തി, കൈകൾ ഛേദിച്ചു. നീ കൈ കൊണ്ടാണല്ലോ ആ പണം മേടിച്ചത്, ഇനി നിനക്ക് ഈ കൈകൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈകൾ ചെത്തി, പിന്നെ കഴുത്ത് കണ്ടിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ബൻവാരിലാൽ അവരോട് യാചിച്ചു, നിങ്ങൾ ഇങ്ങനെയൊന്നും എന്നെ ദ്രോഹിക്കരുത്, എന്നെ വെടിവെച്ചു കൊല്ലു, അങ്ങനെയാണെങ്കിൽ ഇത്രയും വേദന ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അതവർ സമ്മതിച്ചില്ല. 2 പേര്, ഹർദ്വാരിലാൽ ശർമ്മയും സുഭാഷ് ചന്ദ്ര രസ്തോഗിയും, ഒരു ഡ്രമ്മിന്റെ അകത്ത് ഒളിച്ച് ഈ കൊലപാതകം മുഴുവൻ കണ്ടു നിന്നു. സാക്ഷികൾ ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതുമായി ബന്ധമില്ലാത്ത കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കണ്ടു. ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് പോലും ഞാൻ കണ്ടില്ല. ബംഗ്ലാദേശിൽ ഒരു സാധു മനുഷ്യൻ നിലത്തിരിക്കുന്നു, കുറേ ആളുകൾ അവനെ പിടിച്ചു വെക്കുന്നു, നാക്ക് നീട്ടാൻ പറയുന്നു, എന്നിട്ട് നാവ് മുറിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അയാളുടെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ വീഴുവാണ്. എന്നിട്ട് മുറിച്ചെടുത്ത നാവെടുത്ത് അയാളുടെ കൈ കൊടുക്കുന്നു, മറ്റേ കൈയെടുത്ത് തറയിൽ വെക്കാൻ പറയുന്നു, എന്നിട്ട് വാളുകൊണ്ട് മുറിച്ച് വിരലുകൾ മുറിച്ച് മാറ്റുന്നു. അത്രയും കണ്ടപ്പോൾ എനിക്ക് തല കറങ്ങി. ആ വീഡിയോ പിന്നെ 3 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് ബംഗ്ലാദേശിൽ ഈ പറഞ്ഞ ആളുകൾ ഒരു സാധു ഹിന്ദുവിനെ കൊല്ലുന്ന വീഡിയോ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്കത് ബാക്കി കാണാനുള്ള ധൈര്യമില്ല, ആരെയും കാണിക്കാനുള്ള ധൈര്യമില്ല. ഗോശാലയിൽ പശുവിനെ വടികൾ കൊണ്ട് അടിച്ചു കൊല്ലുന്നതിൻ്റെ കുറച്ച് കണ്ടിട്ട് ഞാൻ നിർത്തിക്കളഞ്ഞു. ഹർദ്വാരിലാൽ ശർമ്മ, സുഭാഷ് ചന്ദ്ര രസ്തോഗി 2 പേരാണ് ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അവര് ഹർദ്വാരിലാലിൻ്റെ സഹോദരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെയും ഈ മുസ്ലിം കലാപകാരികൾ കൊന്നുകളഞ്ഞു. ഈ കൊലപ്പുള്ളികൾ ഇർഫാൻ, വാജിദ്, ഷാഹിദ്, മൻസർ, ഷാഹിദ്, കാമില്, അച്ചാൻ, ഇവരാണ് പ്രതികളെന്ന് ഈ ശർമ്മയും രസ്തോഗിയും അവർ കണ്ടതാണ്. ഈ കൊല്ലുന്നത് ഇവരാണ് ബൻവാരിലാലിനെ കൊന്നത് എന്ന് കണ്ടതാണ്, അവർ സാക്ഷികളുമാണ്. പക്ഷെ 2016 സാക്ഷികളില്ലാതെ ഈ കേസ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുമ്പോൾ ജഡ്ജി പറഞ്ഞു, ഈ പ്രതികൾക്ക് വധശിക്ഷ
ഇല്ലാതെ വന്നിരിക്കുന്നത് കോടതിക്ക് വലിയ ദുഃഖമുളവാക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ദാരുണമായ കൊലപാതകമാണ്, പക്ഷെ വിസ്തരിക്കാനായിട്ട് സാക്ഷികളില്ല. വാസിം എന്ന് പറഞ്ഞ ഈ കൊലപ്പുള്ളി ബൻവാരിലാലിൻ്റെ മകൻ വിനീത് ഗോയലിൻ്റെ ബിസിനസ് പങ്കാളി. ബൻവാരിലാലിൻ്റെ മകൻ വിനീത് ഗോയൽ, അയാളുടെ ബിസിനസ് പങ്കാളി പ്രദീപ് അഗർവാളിനെ വെടിവെച്ചു കൊന്നു. വാസിം എന്ന് പറഞ്ഞ പ്രതി വീണ്ടും വെടിവെച്ചു കൊന്നു. അപ്പോൾ എന്നിട്ട് അയാൾ ഭീഷണിപ്പെടുത്തി ഹിന്ദുക്കളെ, നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടാൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ചുട്ടുകൊല്ലും എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഹിന്ദുക്കളുടെ ആൺകുട്ടികളായ ഹിന്ദുക്കൾ ഇല്ലായിരുന്നു. ഇത് പണ്ട് ഗാന്ധിയും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾ നിങ്ങളെ കൊന്നോട്ടെ എന്ന് ഞാൻ പറയുന്നതെന്ന് ഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗാന്ധി പിന്നെയും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ നിങ്ങളെ കൊന്നാൽ നിങ്ങൾ സമ്മതിക്കണം, അവർ രാജ്യം എടുത്താൽ അവർ എടുത്തോട്ടെ, നിങ്ങൾ അവരുടെ അടിമകളായി ജീവിച്ചാലും മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ അമീറിനോട് ഈ അലി സഹോദരന്മാർ പോയിട്ട് ഇന്ത്യയെ നിങ്ങൾ ഇൻവേഡ് ചെയ്യണം, കീഴടക്കണം എന്ന് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഗാന്ധിയോട് പറഞ്ഞപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നും ഗാന്ധി അലി സഹോദരന്മാരോട് പറഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ മഹാത്മാവെന്നാണ് വിളിക്കുന്നത്. 1995 ബൻവാരിലാൽ കുടുംബം ഇവിടുന്ന് പോയി. ഇവിടുത്തെ ഈ സംബലിലെ സമാജ്വാദി പാർട്ടിയുടെ MP ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ ഭർക്ക് ഈ ഹിന്ദുക്കളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി. അയാളുടെ മകനാണ് ഇപ്പോൾ സിയാവുർ റഹ്മാൻ സംബല്ലി കലാപം നടത്തുന്നത്. ഇയാളുടെ ബാപ്പ അന്ന് MP ആയിരുന്ന ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ ബർക്ക് അന്ന് ഹിന്ദുക്കളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് അവിടെ നിന്ന് ഹിന്ദുക്കൾ ഒരു രക്ഷയുമില്ലാതെ സുരക്ഷിതത്വം ഇല്ലാതെ ഓടിപ്പോയത്. ആ ബാപ്പയുടെ മകനാണ്. ആ പ്രോപ്പർട്ടിയും അവരുടെ സ്വത്തുക്കളും വീടുകളും ഒക്കെ ഇവർ എടുത്തിട്ടുണ്ടാവുമല്ലോ. മാപ്പിളലകള കഴിഞ്ഞിട്ട് അങ്ങനെയാണല്ലോ. പക്ഷെ മാപ്പിളലയുടെ കാലമല്ല, ഇപ്പൊ അവിടെ ഒരു ആൺകുട്ടിയാണ് UP ഭരിക്കുന്നത്. അതെ, യോഗി ആദിത്യനാഥ്. ചെയ്ത എല്ലാവരും പിടിച്ചിരിക്കുന്ന UPയിലെ മറ്റേ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ക്രിമിനൽ കേസല്ലേ, എത്ര കാലം കഴിഞ്ഞാലും റീഓപ്പൺ ചെയ്യാം. ഈ കേസ് 1978 കേസിന് ഇനി ഹിന്ദുക്കൾ തിരിച്ചു വരികയും ഈ സാക്ഷികൾ വീണ്ടും സാക്ഷി പറയുകയും വേണം, റീഓപ്പൺ ചെയ്യുകയും. അല്ല, ഈ ക്ഷേത്രം പിടിച്ചത് ഇപ്പൊ ഹിന്ദുക്കൾ അവിടുന്ന് പോയല്ലോ, എന്നിട്ട് ക്ഷേത്രം വീണ്ടെടുത്ത് അത് പുനരുദ്ധരിച്ച് നടപ്പാക്കുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായിരിക്കും. അല്ലാതെ വെറുതെ ക്ഷേത്രം അവിടെ സർക്കാർ ഏറ്റെടുത്ത് പുനരുദ്ധരിച്ച് തുറന്നു കൊടുക്കത്തില്ല. ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്തല്ലോ, 1978 ഒരു വൈശ്യനായ ഒരു പണമിടപാടുകാരന്റെ കൈ നിങ്ങൾ വെട്ടിയല്ലേ എന്ന് നിയമസഭയിൽ ഇന്നലെ ചോദിച്ചു. അദ്ദേഹം ഇതൊക്കെ വീണ്ടും ഓർക്കുന്നുണ്ട്, അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗി അവിടെ ഉള്ളത് ഒരു പ്രതീക്ഷയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.